ശരിക്കും ഇസ്രായേലും ഹമാസും അല്ലെങ്കിൽ ഗാസയും ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രശ്നം അത് ശരിക്കും ഇസ്രായേലും ആ ഒരു രണ്ട് സമൂഹം തമ്മിലുള്ള ഒരു പ്രശ്നമായി മാത്രം ആണിപ്പം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ലോകം മുഴുവൻ കാണിക്കുന്നത്. അപ്പോൾ അതിലുള്ള കുറച്ച് നമ്മൾ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായ കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടെ ഒരു രണ്ട് രാഷ്ട്രം വരുന്ന ആ ഒരു സമയം തൊട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പം അന്ന് പാലസ്തീൻ എന്നുള്ളൊരു രാഷ്ട്രം മാത്രം മതി, ഇസ്രായേൽ എന്നൊരു സമൂഹമേ വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്തതുകൊണ്ട് അവിടെ ഒരു രണ്ട് രാഷ്ട്രം എന്നുള്ളൊരു സംഭവം വന്നിട്ടില്ല. അപ്പം ഇസ്രായേൽ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും നോക്കുകയാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ആ ഒരു രണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ രണ്ട് തർക്കം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാവുകയാണ് സാധാരണ നടക്കാറ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഒരു സമാധാനം ഉണ്ടാകാൻ ഒരു ചാൻസ് ഇല്ലായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പുറത്ത് വന്ന ഒരു ന്യൂസ് അനുസരിച്ച് ഗതികെട്ട അവസാനം ഹമാസ് വെടിനിർത്തലിന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനു മുന്നേ പലതരത്തിലുള്ള ചർച്ചകളും പല രാഷ്ട്രങ്ങൾ ഇടപെടലും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടും അന്ന് ഇസ്രായേലും അല്ലെങ്കിൽ ജൂത സമൂഹമേ വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്ത ആൾക്കാർ ഇപ്പോൾ അവസാന നിമിഷം വെടിനിർത്തലിനൊക്കെ പറഞ്ഞു. പക്ഷേ ഇനി ഒരു ഒക്ടോബർ 7 ആവർത്തിക്കാൻ പാടില്ല. അത് ഇസ്രായേലിൻ്റെ സുരക്ഷയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു വലിയ ശക്തി തന്നെയാണ്. ശരിക്കും അവരുടെ എണ്ണവോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക ഒരു വിസ്തൃതി ഒന്നും അല്ല അതിനെ ശരിക്കും ഒരു ഘടകമായിട്ട് നമ്മൾ ലോകം കാണുന്നത്. ശരിക്കും ദൈവം നേരിട്ട് അനുഗ്രഹിച്ച ഒരു സമൂഹം തന്നെയാണ്. നമുക്ക് 6 ദിന വാറും നമുക്കറിയാവുന്നതാണ്. അതിൽ അവരുടെ വിജയവും അന്ന് ലോകം മുഴുവനും ഇസ്രായേൽ അതോടെ തീർന്നു എന്ന് വിധി എഴുതിയതായിരുന്നു. എന്നിട്ട് അവിടെ നിന്നുള്ള ഉയർത്തെഴുപ്പും എല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും ഈ ഒക്ടോബർ 7 എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാവുകയും അതിനെതിരെ പ്രതിരോധിക്കുന്ന ഇസ്രായേലിനെ ലോകം മുഴുവനും കുറ്റപ്പെടുത്തുകയും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്കറിയാം ഹമാസിന്റെ നേതാക്കന്മാരെയൊക്കെ ആനപ്പുറത്തൊക്കെ എഴുന്നള്ളിച്ചുള്ള ആ ഒരു സംഭവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു വരുന്നത് എന്താണെന്ന് വെച്ചാൽ റോജി, ശരിക്കും ഇസ്രായേലും പാലസ്തീനും അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ ആ ഒരു പ്രശ്നം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ UN അടക്കം കുറ്റപ്പെടുത്തുന്ന ഇസ്രായേലിനെയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് മുസ്ലിം ആ ഒരു വിഭാഗത്തെ പാലസ്തീനിലെ മുസ്ലിം വിഭാഗത്തെ ജൂത വിഭാഗം ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എൻ്റെ ചോദ്യം അതല്ല. ചൈന അടക്കം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്, ഇറാന് അങ്ങനെയുള്ള മറ്റൊരുപാട് രാജ്യങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾ ഒരുപാട് ആക്രമിക്കപ്പെടുന്നുണ്ട്. അതിനൊന്നും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരടക്കം ചോദ്യം ചെയ്യുന്നോ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വരാനോ തയ്യാറാവുന്നില്ല. നമുക്കറിയാം അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയ സമയത്ത് അവിടുത്തെ സാധാരണക്കാരുടെ ആ ഒരു അവസ്ഥ എന്തായിരുന്നു? അവർക്ക് എങ്ങനെയെങ്കിലും ആ രാജ്യം വിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടാനുള്ള ഒരു വ്യഗ്രത, കിട്ടിയ വിമാനത്തിലൊക്കെ കയറിപ്പോൾ സൈനിക വിമാനത്തിൻ്റെ ഒക്കെ ടയറിൽ പോലും അള്ളിപ്പിടിച്ചിരുന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ട അവർക്കെതിരെ പോലും അല്ലെങ്കിൽ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുസ്ലിം ജനതയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗാസയിൽ ഉയർത്തുന്ന ശബ്ദത്തിൻ്റെ പകുതി അല്ലെങ്കിൽ 1/3 പോലും അവിടെ ഉയർത്തുന്നതായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരായിക്കോട്ടെ ലോകത്തിലുള്ളവരായിക്കോട്ടെ വേറെ ഒരു ജനതയും ഒരു ലോകത്തുള്ള ആൾക്കാരും അതിനെതിരെ ഉയർത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു ജൂത സമൂഹത്തെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ശരിക്കും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം അല്ലേ, ഈ ഒരു അജണ്ട അല്ലേ ഈ നടക്കുന്നതെന്ന് ശരിക്കും ആലോചിച്ചിട്ടുണ്ട്. ജോയ്സ് ഇപ്പോൾ പറഞ്ഞൊരു പോയിന്റ്, ഇസ്രായേല് ഈ മുസ്ലിംസ് അല്ലെങ്കിൽ ഗാസയിലെ ഇസ്ലാമിക വിഭാഗത്തിനെതിരെയുള്ള ഒരു യുദ്ധത്തിലാണെന്നാണ് എല്ലാവരും പറഞ്ഞു പരത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇസ്രായേലിന്റെയും ഗാസയുടെയും ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ യഹൂദരുണ്ട്, ക്രൈസ്തവരുണ്ട്, ഇസ്ലാം മതസ്ഥരുണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്. അതായത് ഇസ്രായേൽ IDF പോലും ഈ അറബ് വംശജരുണ്ട്. പക്ഷെ ഗാസയിൽ എടുക്കുകയാണെങ്കിൽ ഒരു യഹൂദൻ പോലും ഗാസയിലില്ല, ക്രൈസ്തവരില്ല. അപ്പൊ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ട എല്ലാ വിഭാഗങ്ങളും ഒരുമയോടെ വാഴുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അതായത് ഈ ഒക്ടോബർ 7 പ്രശ്നമെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇസ്രായേൽ ഗാസയിൽ അധിനിവേശം നടത്തുന്നതെന്ന് പറയട്ടെ. പക്ഷെ അവിടെ വേറൊരു കാര്യം കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് ആദ്യത്തെ കാര്യം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രാഷ്ട്രമെന്ന ഉള്ള ഒരു തീരുമാനം അന്ന് വരുന്ന സമയത്ത് അന്ന് പാലസ്തീന് അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം വന്ന സമയത്ത് ഇസ്രായേൽ ഒക്കെ പറഞ്ഞതാണ്
ഇസ്രായേലിന് സമ്മതമായിരുന്നു. അതായത് ഞങ്ങൾക്കൊരു സമൂഹത്തിന് ജീവിക്കാനുള്ള ഒരു സ്ഥലം മതി, ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പ്രശ്നത്തിനില്ല എന്നുള്ളൊരു നിലപാടെടുത്ത ഒരു രാജ്യമായിരുന്നു ഇസ്രായേൽ. പാലസ്തീൻ അന്ന് അത് സമ്മതിച്ചില്ല. അതുപോലെ തന്നെ 2005 ഇസ്രായേലിൻ്റെ കുറച്ച് സെറ്റിൽമെൻറ്റുകൾ ഗാസയിൽ ഉണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും ബലം പ്രയോഗിച്ച് ഇസ്രായേൽ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ജൂതന്മാരെ തന്നെ, അതായത് നമ്മുടെ സ്വന്തം ആൾക്കാരെ തന്നെ നമ്മൾ തന്നെ ഒഴിപ്പിച്ച്, അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെ ഒഴിപ്പിച്ച് ആ സ്ഥലം പൂർണ്ണമായിട്ടും പാലസ്തീന് വിട്ടുകൊടുത്ത് അവിടുത്തെ സെറ്റിൽമെൻറ്റുകളും കുഴിമാടങ്ങൾ പോലും കുഴിച്ച് അവരുടെ അസ്ഥികൾ പോലും വാരിക്കൊണ്ട് ഇസ്രായേലിലേക്ക് വന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ. എന്നിട്ടും ഇവർക്കെതിരെ, ഇസ്രായേലിനെതിരെ ആക്രമണങ്ങളും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. ഇതൊന്നും ആരും പക്ഷേ തിരിച്ചടി എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഒരു പ്രതിരോധമായിരുന്നു. ആ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഒരു ആക്രമണ പരമ്പര അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഇതിനെ തിരിതിരിക്കുകയാണ് ഉണ്ടായത്. അതെ, ഈ പ്രതിരോധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കുക എന്നുള്ളത്, സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് ആ രാഷ്ട്രത്തിന്റെ ഒരു കടമയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധം നടക്കുമെന്ന് വിചാരിക്കുക. ഇപ്പം പാകിസ്ഥാൻ എന്ത് വേണേലും ചെയ്തോട്ടെ, അവരെന്നാ വേണേലും ചെയ്തോട്ടെ, ഇന്ത്യയിൽ എന്തേലും വേണേലും യുദ്ധം നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ അക്രമം നടത്തിക്കോട്ടെ, സ്ഫോടനങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഇന്ത്യക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയുടെ ആ ഒരു നേതൃത്വം ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പാണ്, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളത്. അതെന്ത് വില കൊടുത്തും ഏത് രാഷ്ട്രമാണെങ്കിലും, അതിപ്പോൾ ഇസ്രായേൽ എന്നല്ല, ഇന്ത്യ എന്നല്ല, ഏത് രാഷ്ട്രമാണെങ്കിലും അതിനെതിരെ നിലപാടെടുക്കും. ഭീകരാക്രമണത്തില് ഭീകരർക്കെതിരെ ഇന്ത്യ തിരിച്ചടിച്ചു. ആ ഒരു കാര്യം തന്നെയാണ് ഇസ്രായേലിൽ അത് ആ ഒരു സ്ഥലത്ത് മാത്രം ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പൊക്കിപ്പിടിച്ച് നടക്കുന്നത് അത് ഒരു ഉന്മൂലനമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുകയും. 1948 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി രൂപപ്പെട്ടത് മുതൽ ഇസ്രായേലിനെതിരെയാണ് ഈ യുദ്ധങ്ങളൊക്കെ. യോം കിപ്പൂർ യുദ്ധമാകട്ടെ, ഈ 6 ദിന യുദ്ധമാകട്ടെ, എല്ലാം പലസ്തീനാണ് തുടങ്ങി വെച്ചത്. അതിനെ ഇസ്രായേൽ പ്രതിരോധിച്ചു. എല്ലാത്തിലും വിജയം ഇസ്രായേലിന് തന്നെയായിരുന്നു. പക്ഷെ തുടങ്ങി വെച്ചത് മുഴുവൻ ഇവരായിരുന്നു. പാലസ്തീൻ എന്നുള്ളതാണ്. അത് ശരിക്കും പാലസ്തീൻ എന്നുള്ളതെന്ന് പറയുമ്പോൾ ശരിക്കും പാലസ്തീനിലും ഒരുപാട് സാധാരണക്കാരൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ പാലസ്തീനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളാണ് ശരിക്കും ഹമാസ്, അല്ലെങ്കിൽ ഹിസ്ബുള്ള, നമ്മുടെ ഇറാന് സപ്പോർട്ട് കൊടുക്കുന്ന ഹിസ്ബുള്ള, ഹൂതികളൊക്കെയാണ് ശരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ ശരിക്കും ഈ ഹിസ്ബുള്ളയും ഹൂതികൾ അല്ലെങ്കിൽ ഹമാസൊക്കെ കൊണ്ട് ശരിക്കും കഷ്ടപ്പെടുന്നത് അവിടുത്തെ പാവങ്ങൾ തന്നെയാണ്. അപ്പം ഇസ്രായേൽ ശരിക്കും നടത്തുന്ന ഒരു പ്രതിരോധമാണ്. അതുകൂടാതെ ഈ ഒക്ടോബർ 7 ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ വരെ ഈ പാലസ്തീനിലേക്കുള്ള ഫുഡ് സപ്ലൈ, അല്ലെങ്കിൽ വെള്ളം സപ്ലൈ ചെയ്തിരുന്നത്, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്തിരുന്നത് പാലസ്തീനിലെ ജനങ്ങൾക്ക് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് അവർക്ക് അന്നെന്നുള്ളൊരു വരുമാനം കണ്ടെത്താനുള്ളൊരു സ്രോതസ് കൊടുത്തിരുന്നത് ഇതെല്ലാം ഇസ്രായേലാണ് കൊടുത്തിരുന്നത്. പക്ഷെ അതൊന്നും സമൂഹത്തിലൊരു ചർച്ചയാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യുദ്ധം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അന്നേരം ഇസ്രായേൽ വീണ്ടും ഈ ഒക്ടോബർ 7 പ്രശ്നങ്ങൾ കഴിഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ പാലസ്തീനിൽ നിന്നും ഇങ്ങനെ ഒരു എനിക്ക് ജീവിക്കാനുള്ള ഒരു വകുപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നുള്ള നിലയിൽ വന്നവരാണ് ഈ അക്രമികൾക്ക് അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾക്ക് ഇതിനുള്ളിലേക്ക് ഇസ്രായേലിൻ്റെ എന്താ പറയുക അതിർത്തികളൊക്കെ പൊളിച്ച് അകത്തേക്ക് കയറാനും ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകാനൊക്കെയുള്ള വഴി ഒരുക്കിയത് എന്ന് ഇസ്രായേൽ കണ്ടെത്തി, IDF കണ്ടെത്തി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പാലസ്തീൻകാരെ ശരിക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു മുൻഗണന ആ ഒരു വിഭാഗത്തിൽ വന്നായിരുന്നു, നമുക്ക് ജോലി അവിടെ ലഭിക്കാനുള്ള ഒരു ഇത് വന്നായിരുന്നു. പക്ഷെ അവിടെയും ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടായത്, എന്തുകൊണ്ടാണ് ഇതുപോലുള്ളവർക്ക് ജോലി അല്ലെങ്കിൽ വെള്ളം, ഇലക്ട്രിസിറ്റി പോലുള്ള കാര്യങ്ങൾ ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ ഇസ്രായേൽ വേണ്ടാന്ന് വെക്കുന്നത്. ഇപ്പം നമുക്കാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള തർക്കത്തിൽ പോലും നമ്മൾ മറ്റേ ജലം തടയുന്ന ഒരു സിന്ധു ജലം തടയുന്ന ഒരു ഇതിലേക്കൊക്കെ വന്നായിരുന്നു. അതൊരു യുദ്ധത്തിലുള്ള ഒരു പ്രതിരോധം മാത്രമാണത്. ശരിക്കും നമ്മുടെ രാജ്യത്തിനുള്ളിലെ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് അതാ നേതൃത്വത്തിന്റെ ഒരു തീർച്ചയായിട്ടും ഉത്തരവാദിത്വം തന്നെയാണ്. രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഏത് ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അതവർ നിർവഹിക്കുക തന്നെ വേണം. അതിന് എതിരെ ഏത് തീവ്രവാദ ശക്തികൾ വന്നാലും അതിനെ പ്രതിരോധിക്കുക വേണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം.